മണ്ടു വരണണ്ടേ ശരിയാവും. ആരുടെ മാല? എത്രയുണ്ട് അത്? 5 പവനാണ്. കിണറെവിടാ? നിങ്ങൾ മാറി നിന്നോളൂ. ഉണ്ണി സാറേ എണി വെച്ചു. എന്താ സാറേ എന്തു പറ്റി? മോൻ കഴിയണോ? തല ചുറ്റുന്ന പോലെ. അയ്യോ അയ്യോ പിന്നെ വെള്ളം വെള്ളമല്ലേ കിണറ്റി കിടക്കണ, ആവശ്യത്തിന് ഇറങ്ങുമ്പോ കുടിച്ചൂടെ? ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല. അല്ല അത് പേറിയാതെ ഇറങ്ങും. അയ്യോ സാറാ സീനിയറേ. ഇത് എന്താ അറിയാമോ, ഇന്നലെ പോലെ തലചുറ്റ് ചെറുതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങിയാൽ അത് പിന്നെ വലിയ റിസ്ക് ആവും. സാർ ഇന്നലെ ആ പോസ്റ്റിൽ കയറിയവനെ താഴ്ത്തിറക്കാൻ ചെന്നപ്പോ സാറിന് നടുവേനയെന്ന് പറഞ്ഞു, ഇന്ന് തല ചുറ്റെന്ന് പറഞ്ഞു. ഇത് പറ്റൂല സാറ്. നടുവേനയ്ക്ക് പിന്നെ നടുവേന അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയും? സാറിനെ കൊണ്ട് ആകെ തലവേനയായിട്ടുണ്ട്. തലവേന അല്ലടോ, നടുവേന. അതല്ല, ഡിപ്പാർട്ട്മെന്റിന് തലവേനയായിരുന്നു. ഞാൻ സീനിയർ ആണെന്നുള്ള കാര്യമൊന്നും മറക്കണ്ട. ആ സീനിയർ ആണല്ലേ, എന്നിറങ്ങിക്കോ. ഇത് സീനിയറിന് ചെയ്യാനുള്ള ജോലിയില്ല, ഇത് ജൂനിയേഴ്സിന് തീർക്കാനുള്ള കാര്യമുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി ഓടിയൊക്കെ വന്നിട്ടപ്പോ ഞാനോർത്ത് കിണറെടുത്ത് തിന്നൂന്ന്. സാറേ തർക്കിച്ചാൽ ആരെങ്കിലും ഒന്ന് ഇറങ്ങുന്നു. അയ്യോ ഇത് നല്ല ആഴമുണ്ട് സാറേ, ഇത് സീനിയർ തന്നെ ഇറങ്ങണം. ഞാൻ 20ാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയതാ. ഇതുമാതിരി ഒരുപാട് കിണറിൽ ഇറങ്ങിയിട്ടുള്ള ആളാ. ഉണ്ണി നീ അതും തോളത്ത് വെച്ചോണ്ട് നിക്കല്ലേ, നീ അത് താഴ്ത്ത് വെച്ച് വെറുതെ ബുദ്ധിമുട്ടാണ്. ഇറങ്ങിക്കോ. പറ്റില്ല സാറേ, എനിക്കിപ്പോ കണ്ടക ശനിയാണ്. സാറേ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ? നീ അങ്ങോട്ട് ഇറങ്ങാനല്ലേ പറഞ്ഞേ? സാറേ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, മുകളിലോട്ട് എത്ര വേണമെങ്കിൽ പോകും. ഇതിനകത്തോട്ട് ഇറങ്ങിയാൽ മേളിൽ പൊക്കോളും. താൻ കളിക്കാതെ അങ്ങോട്ട് ഇറങ്ങിക്കേ. സാർ ഒരു കാര്യം ചെയ്താൽ മതി, തല കീഴായിട്ടേ മുകളിലേക്ക് കയറണ വരെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ കുഴപ്പമുണ്ടാവും. എങ്ങനെ? അതെ, ഡിപ്പാർട്ട്മെന്റ് ഞാൻ സീനിയർ ഉണ്ട്. അതെ, ഞാൻ പറഞ്ഞു തന്നേക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇത് ഇറങ്ങിയ താൻ ഇറങ്ങണമെന്നില്ല. ഉണ്ണി ഇറങ്ങിക്കോ. ഇറങ്ങിയോ ഉണ്ണി? നീ എന്താണ് മുകളുടെ സാറേ ഇറങ്ങിക്കോളും. ഏയ് എന്താണിത്, നിങ്ങൾ രണ്ടാളും കൂടെ? ഞാൻ അവിടെ സത്യശീല സാറിനോട് കംപ്ലൈന്റ് ചെയ്യും കേട്ടോ. സാറേ ഇതെന്താ ഇത്? ഇതൊന്നും മൊബൈലിൽ ഷൂട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞാലത് വേണ്ട. അതെ, ഇത് ഞങ്ങളൊരു വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും അല്ല. നിസാരം ഒരു 5 പവന്റെ മാലയല്ലേ, അത് ഇത്ര ഷൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മാല എടുക്കാൻ ഫയർഫോഴ്സ് വന്നത് എനിക്ക് വലിയ സംഭവം തന്നെ. മണ്ട് പറഞ്ഞേക്ക് നീ വെറുതെ ഇരിക്കണ്ട. സാറേ സാറ് സീനിയർ അല്ലേ, ഈ കിണറും കൂടി ഒന്ന് ഇറങ്ങി കാണിച്ചു. അടുത്ത കിണറോട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ തല ചുറ്റി നിൽക്കുന്ന ആളിനെ നിങ്ങൾ പരീക്ഷണം നടക്കും, അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും വിളിക്കണം. സാറേ ഒരു ഐഡിയ ഉണ്ട്, ഒരു മാല അങ്ങോട്ട് മേടിച്ചു കൊടുത്താലോ? ഒരുപാട് പൈസ ആവില്ലേ? വേണ്ടേ? അല്ലേ ഇറങ്ങി. ഉണ്ണി ഇറങ്ങും. ഉണ്ണി ഇറങ്ങിക്കോ. ഉണ്ണി ഉണ്ണിയാ കയറെങ്കിലും സാറേ, 2 പെങ്കൊച്ചുങ്ങളാണ് സാറേ. അതൊക്കെ കയറുതാടാ, എന്റെ വയറ് പോണു. ഇവന്റെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊണ്ടേ പോകുള്ളൂ. ഭാര്യാദം വിഷമിക്കണ്ട. പ്രശ്നമാണെങ്കിൽ ഇറങ്ങണ്ടാ, നോക്കി മാല കൂടി പോയിക്കോട്ടെ. ഞാനിന്ന് ലീവാണ്. പേടിക്കണ്ട, എനിക്കങ്ങോട്ട് നോക്കാൻ പറ്റില്ല ഭാര്യാദ. ഒന്ന് സഹായിച്ചോ സാറേ? സാറേ 101 ഒന്ന് വിളിച്ചിട്ട് ആരും എടുക്കല്ലേ സാറേ, ഒന്ന് പെട്ടെന്ന് നമ്മളെ കൂടെ വരണം. എന്താ കാര്യം പറയുന്നത്? നമ്മളെ പെരയിലേക്ക് ഒന്ന് വരണം നിങ്ങള്. എന്താ പെരയില്? ഉമ്മ. എന്തുമ്മ? ഉമ്മക്ക് എന്താ സംഭവിച്ചു? ഉമ്മക്ക് എന്തെങ്കിലും സംഭവിക്കണതിന് മുമ്പ് വരണം എന്നാ പറയണേ. എന്താ കാര്യം പറയൂ? ഉമ്മ കിണറ്റിൽ വീണടക്കാ സാറേ. വീണതാണോ ചാടിയതാണോ? ചാടിയതല്ല സാറേ, കാല് തെറ്റി വീണതാ. 19 വയസ്സുള്ള ഉമ്മ. ഇപ്പൊ കിടന്ന് നീന്തുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ എന്താവും അറിയില്ല. പെട്ടെന്ന് വരണം സാറേ. അതിനിപ്പോ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, വണ്ടികളൊക്കെ പോയിരിക്കുന്നു പുറത്തേ. അങ്ങനെ പറയരുത് സാറേ, ഒരു മനുഷ്യ ജീവനാണ് കിടന്ന് പടയുന്നത്. MP വിളിച്ച് പറഞ്ഞ പ്രകാരം ഒരു വണ്ടി പൂച്ച പിടിക്കാൻ പോയിരിക്കുകയാണ്. പൂച്ച ആ
മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്, താഴത്തേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട്. MLA ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു ചെയിന് കണക്റ്റിൽ പോയി, അത് എടുക്കാൻ വേണ്ടി വേറൊരു വണ്ടിയും പോയി, ഉദ്യോഗസ്ഥനും പോയി. സാറേ പൂച്ചനെക്കാട്ടും മാലിനെക്കാട്ടും വലുതല്ലേ സാറേ ഒരു മനുഷ്യന്റെ ജീവൻ? അതെ, അതിപ്പോ അതിന് പോയി കഴിഞ്ഞല്ലോ, ഞാൻ വരട്ടെ, വന്നു കഴിഞ്ഞാൽ വരാം. സാറേ നിങ്ങൾ ഒരു മനുഷ്യ ജീവന്റെ വില മനസ്സിലാക്കി. പൂച്ചയാണോ മാലയാണോ നിങ്ങൾക്ക് വലുത്? നിങ്ങൾ വേഗം പോയിട്ട് അയൽക്കാരൊക്കെ അല്ലേ എല്ലാവരും കൂടിയിട്ട് ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സാറേ അതിന് പറ്റൂല, അത്ര ആയുള്ള കിണറാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്കല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിളിക്കാനല്ലേ പറയണേ? 101 വിളിച്ച് അങ്ങനെ എടുക്കൂല, അതുകൊണ്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് വന്നേ. നിങ്ങൾ ഇപ്പൊ ചെല്ലേ, ഞാൻ വന്നു കഴിഞ്ഞാൽ വണ്ടി വിടാം കേട്ടോ. ഭയങ്കര കഷ്ടമാണ് സാറേ. എന്റെ ഉമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, ബാക്കി ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. ഉമ്മ കെട്ടി ചാടിയാൽ ഇവിടെ വന്ന് പോകണ്ട. കിണറ്റ് ചാടിയതല്ല, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ച ഉമ്മ കാല് തെറ്റി വീണതാ. ഇതിനകത്ത് വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയാണ് മനസമാധാനം പോക്ക്. വല്ലാത്തൊരു കഷ്ടം. സാറേ ഒന്ന് ഇപ്പുറത്തേക്ക് തിരിഞ്ഞ, ഇപ്പുറത്തേക്ക്. ഇവിടെ മുഴുവൻ ചെളിയാണ് ചേട്ടാ, കാണല്ല. അല്ലാന്ന് അതെ, നിൽക്കട്ടെ, ഒരു മിനിറ്റ്. ആ സാറേ, ആ പാരിജാതിന് വേണ്ട സാധനങ്ങൾ എന്താ പറഞ്ഞാൽ എടുത്തു കൊടുക്കണം കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും നോക്കാൻ പറ്റത്തില്ല, തലച്ചുറ്റ് മാറിയിട്ടില്ല. ശരി സാറേ. സാറേ ഇതിപ്പുറത്തെ ഞാൻ ഇങ്ങനെ തട്ടിപ്പോഴേ ഇങ്ങനെയാണ് എറിഞ്ഞത്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്ക്, കാണല്ലെന്നേ. സാറേ അവിടെ മുഴുവൻ നോക്കിക്കോ, എന്റെ ഒരു മൊന്തയും കൂടി പോയിട്ടുണ്ട്. മൊന്തെടുക്കണ മാലെടുക്കട്ടെ ആദ്യം. എന്താണ്? അതെ, MLA മരുമോളാ, എന്റെ പാവാട പോയാ വരെ ഇവര് വരും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ കുഴപ്പമില്ല സാറേ, കഴിച്ചോ, ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചാണ്. അതല്ല, ഈ മാല എടുത്ത് കിണറ്റിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സാറ് ഇവിടെ ചെളി പൊതഞ്ഞു കിടക്കേണ്ടത്. സാറേ ചെളിയിലും തപ്പണ്ട്, ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് നീങ്ങ്. ഉണ്ണി ഒരു കാര്യം ചെയ്യോ, നീ ആ ചേട്ടന്റെ അടുത്തൊന്നും നിങ്ങളിടും, അപ്പൊ എവിടെ വീണേന്ന് കാണിച്ചു തരാല്ല. അവിടെ ആ ഭാഗത്ത് തപ്പ്, അവിടെ തപ്പി. ആ സാറേ, ഇല്ല ഒരു കുട്ടപ്പാമ്പാണ്. നോക്കണട്ടാ, കയറിന്റെ ഇപ്പുറത്തേക്ക് വാ. നോക്കിയല്ലേ, ഇത് ഇവിടെ ഒന്നും ഇല്ലാന്നേ. സാറേ ഒന്ന് ശരിക്കും നോക്ക് സാറേ. എന്നാ താനിങ്ങാട് വാ. മാക്കാച്ചി തവള ഉണ്ടാവും സാറേ, കിണറല്ലേ. ഹലോ സാർ. എടോ മന്മത, നിങ്ങൾ എവിടെ പോയി കിടക്കാണ്? എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർത്തിട്ട് വാ, ഇവിടെ എമർജൻസി കോൾസ് വന്നോണ്ടിരിക്കുകയാണ്. സാറേ പാരിജാതം കിണറ്റിൽ ഇറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കിണറ്റിൽ അപ്പടി ചെളിയാ, അതുകൊണ്ടാ. ഇയാളെ വായിക്കാത്ത എന്താടോ? ബബിൾ ഗം. എടോ ഇയാളും കൂടെ ഒന്ന് ഇറങ്ങി തപ്പ്, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ ഇറങ്ങിയ എനിക്ക് ഓ കട്ടായി. അവിടെ തന്നെ നീക്കോ. പാരിജാതം ഒന്ന് വേഗം ആകട്ടെ. സാറ് വിളിച്ചേ, അവിടെ വേറെ എന്തൊക്കെ ഒരുപാട് അർജന്റ് വർക്ക്. മാല വേണ്ടേ? സാറേ മാല എടുക്കാൻ പോലെ. മൊബൈൽ സ്പേസ് തീർന്നു, പഴംപൊരിയും തീർന്നു കേട്ടോ. മാല കിട്ടുന്ന പറയും മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ ആരും പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ്? ഒടുക്കത്തെ ഷൂട്ടിംഗ് ആണ് സാറേ. കിട്ടിയാ? ഇല്ല സാറേ. സാറൊന്ന് ശരിക്കും നോക്ക് സാറേ, ഇവിടുന്ന് മോളിൽ നിന്ന് കണ്ടതാർന്നല്ലോ അത് നേരത്തെ. ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ കാണാനില്ലട്ടോ. നീ എടുത്തിട്ട് പോകട്ടില്ല. ഒന്ന് വേഗം താഴട്ടെ സാറേ, ഇത് നോക്കണേന്നേ. ചെളിയുടെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി എടുക്ക്. സാറൊന്ന് ആ ചെളിയും കൂടി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് കയറിയാൽ മതി കേട്ടാ. അതെ, ഞങ്ങൾ ഫയർഫോഴ്സുകാരാണ്, കിണർ പണിക്കാരല്ല. മറിമായം